സയൻസ്. പൊന്നും കുറിച്ച് മുത്തപ്പ, ഇത് വലിയ ചതിയായിപ്പോയി. എന്തു പറ്റി ആദം? വിശക്കുന്നുണ്ടോ? അത് വേറെ ചതി, ഇതല്ല. നീ കാര്യം പറയാതം. ഇത് തന്നെ ഈ ഇത്തിരി പോന്ന വിത്ത് തന്നുവിട്ടതിന്റെ ഉദ്ദേശം എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ടീച്ചർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? എല്ലാവരും നമുക്ക് കിട്ടിയിട്ടുള്ള വിത്തുകൾ വീട്ടിൽ കൊണ്ടുപോയി നടണം, അതിനെ പരിപാലിക്കണം, അത് കഴിയുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി കാണിക്കണം. അതല്ലേ നമ്മുടെ പ്രോജക്റ്റ്. ഓ പിന്നെ എളുപ്പമല്ലേ എല്ലാം? അതൊക്കെ വലിയ മെനക്കേടല്ലേ? കുറച്ച് മെനക്കെട്ടാലല്ലേ നമുക്ക് നല്ല വിളവ് ലഭിക്കൂ. പിന്നെ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല ആദം. അതെ ആദം, വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ നമുക്ക് കിട്ടും, അതും ഒരു വലിയ ലാഭമല്ലേ? ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? അല്ല പിന്നെ, തോമസ് ഇച്ചായന്റെ കടയിൽ പോയാ നല്ല ഇനം പച്ചക്കറി കിട്ടും. നമുക്ക് അത് കഴിച്ചാ പോരെ? കടയിൽ പോയാൽ കിട്ടും റോമാക്സ്. പക്ഷെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിക്കുന്നതിന്റെ സുഖം കിട്ടുമോ? പിന്നെ മായം ഒട്ടും കലർത്താത്ത നല്ല ഭക്ഷണം കിട്ടുകയും ചെയ്യും. അത് മാത്രാണോ? നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ നമുക്ക് കൃഷിയെ നിരീക്ഷിക്കാനും അതുവഴി ഒത്തിരി പഠിക്കാനും പറ്റും. അതല്ലേ ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. എന്തിനാ റോമാക്സ് ചിരിക്കുന്നേ? അതല്ല, ഇതൊക്കെ വല്ലതും നടക്കുമോ എന്നോർത്ത് ചിരിച്ചു പോയതാണേ. നോക്കൂ പ്രിൻസ്, നമ്മൾ കൊച്ചുകുട്ടികളാണ്, കൃഷി ചെയ്യുന്നത് കൃഷിക്കാരാണ്. ഇതൊന്നും നമുക്ക് പറഞ്ഞ കാര്യമല്ല. അത് തന്നെ, നമുക്ക് കഴിക്കാനുള്ളതെല്ലാം കടകളിൽ ഉണ്ടല്ലോ, നമ്മളത് അവിടെ പോയി വാങ്ങിച്ച് കഴിച്ചാൽ മാത്രം പോരെ? പക്ഷേ നമ്മുടെ പ്രോജക്റ്റ് അത് പ്രിൻസ്, നമ്മൾ വിത്തിട്ടാൽ അതൊന്നും മുളയ്ക്കില്ല. ഇനി മുളച്ചാലും നന്നാവില്ല. നിനക്ക് വേറെ പണിയില്ലേ? ചീര, പാവയ്ക്ക, വെള്ളരി. അല്ല പിന്നെ, തരുവാണേൽ നമുക്ക് വല്ല ജിലേബിയുടെയോ മുറുക്കിന്റെയോ അതോ നല്ല ടേസ്റ്റുള്ള ലഡുവിന്റെയോ വിത്ത് തരാമായിരുന്നില്ലേ? അതാണേൽ കുറച്ച് ബുദ്ധിമുട്ടാനും മനസ്സൊക്കെ ഉണ്ടായേനെ. ഞാൻ എന്തായാലും വിത്ത് നടാൻ തീരുമാനിച്ചു. ഒരു കൈ നോക്കാമല്ലോ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നോക്കാം. എന്നാ പിന്നെ നമുക്ക് എല്ലാ വിത്തുകളും പ്രിൻസിന് കൊടുത്തേക്കാം. ശരി കൂട്ടുകാരെ, എനിക്ക് തന്നോളൂ. എന്നാൽ നമുക്ക് പോകാം. പോകാം. കൂട്ടുകാരെ, നമുക്ക് കൃഷി തുടങ്ങാം.
കൂട്ടുകാരെ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മണ്ണ് കളയ്ക്കാം. ഇനി നമുക്ക് ഈ വിത്തുകൾ പാകാം. ഇനി ഇവിടെ നമുക്കൊന്ന് നനയ്ക്കാം. വിത്തുകൾ വേഗം തന്നെ നന്നായി മുളയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കൂട്ടുകാരെ. ഇതെന്താ, ഒരു വിത്ത് പോലും മുളച്ചില്ലല്ലോ. ചിലപ്പോൾ കുറച്ചുകൂടി സമയം വേണ്ടിവരും. എന്നാൽ പിന്നെ സ്കൂളിൽ പോകാൻ റെഡിയാകാം. എന്നിട്ട് വന്ന് നോക്കാം. ഇതുവരെ ഒരു വിത്തും മുളച്ചില്ലേ? ഗുഡ് മോർണിംഗ് പ്രിൻസ്. നീ എന്ത് നോക്കുവാ പ്രിൻസ്? ഞാൻ വിത്ത് മുളച്ചോന്ന് നോക്കൂ സ്റ്റെഫി. വിത്തൊന്നും മുളച്ചില്ലല്ലോ പ്രിൻസ്. നീ വെള്ളം നനച്ചായിരുന്നോ? അതെ സ്റ്റെഫി, ഞാൻ നനച്ചായിരുന്നു. പ്രിൻസ്, വാ സ്കൂളിൽ പോകാം. വൈകുന്നേരം ആവുമ്പോഴേക്കും എല്ലാം മുള പൊട്ടിയിട്ടുണ്ടാവും. നോക്കിക്കോ. വിത്തൊക്കെ മുളച്ചോ? ഇന്ന് രാവിലെ വരെ മുളച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ ചിലപ്പോ മുളച്ചിട്ടുണ്ടാവും. വാ നമുക്ക് പോയി നോക്കാം. പിന്നെ ചുമ്മാതല്ലേ ആദം, ആ വിത്തുകളൊന്നും മുളയ്ക്കില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം റോമേക്സ്? നീ വല്ല ഏടാകൂടം ഒപ്പിച്ചോ? കൂട്ടുകാരെ, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തായി? റോമെക്സ്, മൈൻഡ് ഇറ്റ്. പാവം പ്രിൻസ്, അവന് വിഷമായി. അത് സാരമില്ല പ്രിൻസ്, എന്തായാലും കുറച്ച് സമയം എടുക്കുമായിരിക്കും. അത് ശരിയാ, കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാ പിന്നെ ഞാൻ പോകട്ടെ. നല്ല വിശപ്പ്. മമ്മി ചിക്കൻ ബർഗർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് പ്രിൻസ്. ഞങ്ങൾ നാളെ വരാട്ടോ. ശരി കൂട്ടുകാരെ, ബൈ ബൈ. കഷ്ടം, ഒരു വിത്ത് പോലും മുളച്ചില്ലല്ലോ. നോക്കാം.
പ്രിൻസിന് ഇതെന്തു പറ്റി? ഗുഡ് മോർണിംഗ് പ്രിൻസ്. ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്പാ. എന്തു പറ്റി പ്രിൻസ്? എന്തിനാ നീ രാവിലെ തന്നെ ഇവിടെ നിന്ന് വിഷമിക്കുന്നത്? ഗ്രാൻഡ്പാ, ഞാൻ ഇവിടെ കുറച്ച് വിത്തുകൾ പാകിയിരുന്നു. ഇതുവരെ ഒന്നും മുളച്ചില്ല. അല്ല, എപ്പോഴാ ഇത് പാകിയത്? 2 ദിവസമായി ഗ്രാൻഡ്പാ. ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. എന്നിട്ടും ഗുഡ് മോർണിംഗ് മക്കളെ. എന്തായി? വിത്തുകളെല്ലാം മുളച്ചോ പ്രിൻസേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതൊന്നും നടക്കില്ല എന്ന്. ഇപ്പൊ എന്തായി? സാരമില്ല പ്രിൻസ്. നിങ്ങളുടെ വിഷമം കണ്ട് ഞാനെന്താ ഇങ്ങനെ ചിരിച്ചു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? വിത്തിട്ട് 2 ദിവസം പോലും നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലല്ലോ എന്നോർത്ത് ചിരിച്ചു പോയതാ. ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നറിയാമോ? കൂട്ടുകാർക്കാർക്കെങ്കിലും അറിയാമോ? ഭൂമി ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല. ഒരു സമയത്ത് ഭൂമിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോ ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദൈവം തന്റെ ശക്തിയാൽ ആകാശവും സ്വർഗവും സൃഷ്ടിച്ചു. പിന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം ഒരു ദിവസത്തിനെ രാവും പകലുമായി തരംതിരിച്ചു. പിന്നീട് ദൈവം കരയും കടലും പുഴകളും മലകളും സൃഷ്ടിച്ചു. കടലിലും പുഴകളിലും വെള്ളം നിറച്ചു. ഈ ഭൂമിയെ മനോഹരമാക്കാൻ വേണ്ടി ചെടികളും മരങ്ങളും പുഷ്പങ്ങളെയും കൊണ്ട് അലങ്കരിച്ചു. അതിനുശേഷം ഭൂമിയിൽ ചെറുതും വലുതുമായ ജീവജാലങ്ങളെ കൊണ്ട് നിറച്ചു. എല്ലാം അതാത് സ്ഥാനത്ത് കൃത്യമായിരുന്നു. പകലായാൽ സൂര്യൻ ഉദിക്കും, രാത്രിയായാൽ ചന്ദ്രനും നക്ഷത്രങ്ങളും മിന്നും. പുഴകളിൽ വെള്ളമൊഴുകാൻ തുടങ്ങി. ഭൂമി നിറയെ മനോഹരമായ മരങ്ങളും ചെടികളും കൊണ്ട് നിറഞ്ഞു. ആകാശത്ത് പറവകളുടെ പാട്ട് നിറഞ്ഞൊഴുകി. പ്രകൃതി മനോഹരമായി. എല്ലായിടവും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദൈവം വളരെ സന്തോഷിച്ചു. തന്റെ രൂപത്തിൽ തന്നെ ദൈവം മനുഷ്യനെയും സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു. നനഞ്ഞ മണ്ണെടുത്ത് മനുഷ്യന്റെ രൂപം നൽകി. അതിലേക്ക് പ്രാണവായു നിറച്ചു. അവനിൽ ജീവൻ വെച്ചു. ദൈവം അവനെ ആദം എന്ന് വിളിച്ചു. ദൈവം ഭൂമിയെ മനോഹരമാക്കാൻ എത്ര ദിവസമെടുത്തുവെന്ന് കണ്ടോ? നിങ്ങൾ പാകിയ വിത്ത് മുളയ്ക്കാൻ 2 ദിവസം കാത്തിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മടുത്തു. അപ്പോൾ മനോഹരമായ ഈ ഭൂമി നമുക്ക് നൽകാൻ ദൈവം കാണിച്ച ക്ഷമയും കാരുണ്യവും നിങ്ങളൊന്ന് ഓർത്തു നോക്കി.
ക്ഷമയോടെ നമ്മുടെ ജോലികൾ ചെയ്യുക. പിന്നെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. എങ്കിൽ ജയവും നമ്മുടെ തന്നെയാവും. പ്രിൻസ്, നീ മണ്ണ് നനച്ചു, വിത്തുപാകി. ഇനി ദൈവം അതിലേക്ക് ജീവൻ നൽകും. ക്ഷമയോടെ കാത്തു നിൽക്കൂ, സമയമാകുന്നതേ ഉള്ളൂ. ഗ്രാൻഡ്പാ, ഞാൻ ക്ഷമയോടെ കാത്തു നിൽക്കാം. ദൈവം നമുക്ക് തന്ന ഈ മനോഹരമായ ഭൂമിയിൽ നമുക്ക് കഴിയും വിധം ചെടികളും മരങ്ങളും നട്ടു വളർത്തണം. അതെ, ഇനി മുതൽ പ്രോജക്റ്റിന് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിയെ സംരക്ഷിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കൂട്ടുകാരെ വേറെയും ഗുണങ്ങളുണ്ട്. നമുക്ക് നല്ല പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നു മുതൽ നിങ്ങളും ഭൂമിയെ മനോഹരമാക്കുവാൻ ഞങ്ങളുടെ കൂടെ കൂടില്ലേ? നമുക്ക് ചെടികളും മരങ്ങളും നട്ടു വളർത്താം. ഗ്രാൻഡ്പാ, പ്രിൻസ്, അത് നോക്കിയേ. പ്രിൻസ് വിതച്ച വിത്ത് മുളയ്ക്കുന്നു.